ഗുഡ് മോർണിംഗ് ഫാംഗോസ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എൻ്റെ പതിവ് പോലെ തന്നെ 2 ചെരുവത്തിൻ്റെ അതുമായിട്ട് ഓരോരുത്തരും മുട്ടയും ഒരെണ്ണത്തിലും കുറ്റിയും തിളപ്പിക്കാൻ വെച്ച് കേട്ടോ. അത് കഴിഞ്ഞ് ശേഷം ഞാനിന്ന് പാലപ്പവും മുട്ടക്കറി ഉണ്ടാക്കുന്നത്. പാലപ്പത്തിന് ഞാൻ ഇന്നും പറയുന്നത് പോലെ തന്നെ അരി തലേദിവസം ചോറും അരിയും ഈസ്റ്റും കൂടിയിട്ട് ഞാൻ അരച്ച് കൊടുക്കും. അരച്ചെല്ലാം റെഡിയാക്കി വെക്കും. അത് രാവിലെ ആക്കുമ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചൊക്കെ പൊങ്ങിയിരിക്കും നന്നായിട്ട്. പിന്നെ അത് രാവിലെ പിന്നെ അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ചെടുക്കുള്ളൂ. അപ്പോൾ ഞാൻ സവോളയ്ക്കുള്ള മുട്ടയ്ക്കുള്ള സവോളയൊക്കെ റെഡിയാക്കി സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഞാൻ അരിഞ്ഞിട്ട് ക്രഷ് ചെയ്യും. ഈ ചോപ്പറിൻ്റെ അകത്ത് നന്നായിട്ട് ക്രഷ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് തിന്നായിട്ട് കിട്ടും. അതാണ് എളുപ്പമാണ്, നമ്മൾ സമയവും ലാഭിക്കുകയും ചെയ്യാം നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം എണ്ണ ഇടുക. ആ എണ്ണയിലേക്ക് ആദ്യമേ ഒരു ജീരകം ഇടണം, 1/4 ടീസ്പൂൺ ജീരകം ഇടണം. ആ ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് അതിന് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ടാൽ മാത്രമേ മുട്ടക്കറിക്ക് ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേനും ഞാൻ എൻ്റെ അപ്പത്തിനുള്ള തേങ്ങ അരയ്ക്കാൻ നോക്കാം. അതിലേക്ക് ഉപ്പും ചേർത്തു, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തു. എന്നിട്ട് ഞാൻ പിന്നെ തേങ്ങ അരച്ച് അതിലേക്ക് ചേർത്ത് വെച്ചാൽ പിന്നെ അത് മാറ്റി വെക്കാമല്ലോ. മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അപ്പം ചുടാമല്ലോ. അങ്ങനെ ഞാനത് തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് കഴിഞ്ഞിട്ട് അതങ്ങ് മാറ്റി വെച്ചു. അതങ്ങ് മാറിയിരിക്കട്ടെ. എന്നിട്ട് മുട്ടക്കറി ആകുമ്പോഴത്തേനും അപ്പം ചുട്ടെടുക്കാമല്ലോ. എൻ്റെ മുട്ടക്കറിക്കുള്ള സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നു. പിന്നെ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. അതൊന്ന് ഇനി നന്നായിട്ടൊന്ന് വറ്റി അതൊന്ന് തിളച്ച് നന്നായിട്ട് വരണ്ട് വരണം. എന്നിട്ട് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വിറക്കി വെച്ചു. എല്ലാം ക്ലീനാക്കി വന്നപ്പോഴത്തേനും അതൊന്ന് വരണ്ട് വന്നു കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ അകത്തുനിന്ന് പകുതി എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പം നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പം തേങ്ങാപ്പാലൊന്നും നമുക്ക് ചേർക്കേണ്ട അന്നേരം. പിന്നീട് തീ കുറച്ചിട്ടാൽ മതി. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ കേട്ടോ. ഗ്രേവി എന്തോരം വേണമെന്ന് നോക്കിയിട്ട്. പിന്നെ മുട്ടയും പുഴുങ്ങി ഇതും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് മല്ലിയിലയും തൂവി ഞാൻ അതിനെ അടച്ചു വെച്ചു നന്നായിട്ട്. പിന്നെ ഇനി അത് തിളയ്ക്കുകയൊന്നും വേണ്ട, നല്ല കൊഴുപ്പുമാണ്. ആ 1/4 ഭാഗം സവോള എടുത്ത് അടിച്ചാൽ മതി. ഈ വഴറ്റി വെച്ചിരുന്ന സവോള എടുത്ത്. പിന്നെ അപ്പമൊക്കെ അന്നത്തേന് റെഡിയായി വന്ന് ഞാൻ അപ്പമൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചു. അങ്ങനെ എൻ്റെ അപ്പം മുട്ടക്കറിയൊക്കെ റെഡിയായി രാവിലത്തെ. പിന്നെ ഞാൻ എല്ലാ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് ഇനി പള്ളിയിൽ പോകണം. കാപ്പിയെല്ലാം റെഡിയാക്കി കാപ്പിയും എല്ലാം കുടിച്ച് റെഡിയായിട്ട് പള്ളിയിൽ പോകാനായിട്ട് തുടങ്ങുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.